സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയോട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തൊരു വീടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫുഡ്, കുറച്ച് സാധനങ്ങൾ വേണം. അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വില്ലേജിൽ നമ്മൾ കുറച്ച് സീഡും കാര്യങ്ങളൊക്കെ എന്തായാലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇഷ്ടംപോലെ സ്പേസ് നമുക്കുണ്ട്. ഇതൊക്കെ ഞാൻ ഒന്ന് ഫുള്ള് ഒരുമാതിരി നശിച്ച് കിടക്കുകയെന്ന് ഞാൻ മൊത്തം ഒന്ന് ക്ലിയർ ആക്കി എടുത്താണ്, മറ്റേ ഷവലൊക്കെ എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഫാം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരൊറ്റ ഫാമിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് വില്ലേജിൽ നിന്ന് കുറച്ച് സീഡും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട്. അത് തീരുവാണെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ പോയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പൊട്ടാറ്റോയുടെ സീഡും പിന്നെന്താ വീറ്റിൻ്റെ സീഡുകളും നമ്മൾ മെയിനായിട്ട് നടാൻ പോകണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേണം. വെള്ളം വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബക്കറ്റ് വേണം. നമുക്ക് പുറത്ത് അപ്പുറത്തെ കുളത്തിൽ പോയി എടുക്കണമെങ്കിൽ ഇതിൽ അയൺ ഉണ്ട്, പക്ഷേ ബക്കറ്റിൻ്റെ കയ്യിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടതാണ് സംഭവം. ഞാൻ അതെല്ലാം നോക്കി നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ബക്കറ്റ് ഇപ്പോൾ ഇവിടെ ഇല്ല. നമുക്ക് എന്തായാലും ഒരു ബക്കറ്റ് പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാനാണ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് 5 അയൺ അങ്ങോട്ട് വേണം ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് വെച്ചിട്ട് ബക്കറ്റിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കട്ടെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ബക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. നമ്മളൊരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം. പിന്നെ ഇക്കൊരു കുതിരനെ കിട്ടിയാൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഈ വില്ലേജിൻ്റെ ചെസ്റ്റിൽ നിന്ന് നമുക്കൊരു സാഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കണ്ട കുതിരനെ സെറ്റാക്കി എടുത്ത് അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ പണിക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം വെള്ളം എടുത്തിട്ട് വരട്ടെ. ഇങ്ങനെ എടുത്തിട്ട് വരികയാണെങ്കിൽ എന്തായാലും ശരിയാവില്ല. അയ്യോ, നമുക്ക് ഈ വെള്ളം എടുക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് വാട്ടറിൻ്റെ ഒരു സെറ്റപ്പ് ഈ ഗെയിമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. നമുക്ക് ഈ സൈഡിൽ അങ്ങോട്ട് ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് 4 കള്ളി പൊട്ടിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇതിന് ഒരു ബക്കറ്റ് വെള്ളം കൂടി ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫിനിറ്റ് വാട്ടറിൻ്റെ സംഭവം എന്തായാലും സെറ്റാവും. നിങ്ങളിത്ര ഗ്രാഫിക്സ് എന്താ വിചാരിക്കണം, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി നമ്മളൊരു ഷെയ്ഡർ ആഡ് ആയിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്, അതുകൊണ്ടാണ് ഇത്ര ഗ്രാഫിക്സ്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി വാട്ടർ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എവിടെ ഉണ്ടാക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമുക്കിത് നേരെ ഉണ്ടാക്കേണ്ട ഒരു സൈഡിലായിട്ട് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്തായാലും നമുക്ക് കുറച്ച് ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് അതിന് ഈ വെള്ളം ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കിങ്ങനെ പൊട്ടിക്കാം. സോ അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ നമ്മളിങ്ങനെ കുഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പണി എന്തായാലും നമുക്ക് നാളെ എടുക്കാം. രാത്രി ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നേരെ വീട്ടിൽ കയറി ഡോറടിച്ച് വേഗം കയറി കിടക്കുക. ഓക്കെ, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് എന്തായാലും. നമുക്ക് വേഗം നമ്മുടെ ബാക്കി പണിയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, രാവിലെ സൂര്യനെ കാണാമല്ലോ. ഓക്കെ, സൂര്യനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വേഗം നമ്മുടെ ബക്കറ്റ് വെള്ളം നിറക്കാം. 2-3 ബക്കറ്റ് ഉണ്ടാക്കിയിരുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടി പണി പെട്ടെന്ന് തീരും. കൂടെ വെള്ളം ഒഴിച്ചാൽ നമുക്കൊരു 2 ബക്കറ്റ് കൂടി ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, 3 ബക്കറ്റ് വെക്കാം. ഓക്കെ, നമുക്ക് പോയി വെള്ളം നിറച്ച് സെറ്റാക്കാം. ഓരോ ഇതിൽ നമുക്കിങ്ങനെ വെള്ളം നിറക്കാം. ഓക്കെ, കണ്ട എത്ര വെച്ചാലും കണ്ട അത് തീരൂല. അതാണ് ആ ഒരു ഇൻഫിനിറ്റ് വാട്ടറിൻ്റെ സെറ്റപ്പിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കാം. ഓക്കെ, കുറച്ചുകൂടി വേണം അവിടെ. ഇതിൽ നിന്ന് എത്ര വെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വേറൊരു സാധനം വേണം. അതിന് നമുക്ക് ഇതിൻ്റെ മേലത്തെ ലെയർ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി. സംഭവം നമുക്ക് വുഡിൻ്റെ ഉണ്ടാക്കിയാൽ തന്നെ മതി, അല്ലാണ്ട് വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല. വുഡിൻ്റെ ഓക്കെ, വുഡിൻ്റെ തൊട്ടൊന്നും മതി. സത്യം പറഞ്ഞത് അയണിൻ്റെ സ്റ്റോണിൻ്റെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ആകൂടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഈ സാധനം ചെത്തലാണ്. ചെത്ത നമുക്ക് വുഡ് തന്നെ മതി. ഓക്കെ, നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ചെത്തി സെറ്റാക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സീഡും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ ഇടാം. ഞാൻ റെഡി ആവാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലാണ്ട് പെട്ടെന്ന് ആവത്തില്ല. സാധനത്തിലെ ഹെൽത്ത് പെട്ടെന്ന് തീരുമോ? വുഡല്ല, അതുകൊണ്ട് പെട്ടെന്ന് തീരുണ്ടാവും. നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ എന്താ തീരാറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെയറും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ഒരു 3 കൂടെ ഉള്ള സീഡ് എന്തായാലും മതിയാവില്ല.
നമുക്ക് സീഡ് എടുക്കാം. ഇനി കുറച്ച് സീഡ് എടുക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്കിടുത്ത പുല്ലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് വെട്ടിയെടുത്താൽ മതി. ഓക്കെ, 16 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട 17 എണ്ണം ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൊടുത്ത് ലെയറൊക്കെ ഉണ്ട് ചെത്തി കളയാം. അപ്പോഴത്തേനും ഇത് പൊട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് സീഡും കാര്യങ്ങളൊക്കെ നടാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പ്. ഒക്കെ ഇനി നമുക്ക് കുറച്ച് കാലം വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ എന്താണ് ക്രോപ്പൊക്കെ വലുതായിക്കോളും. നമ്മൾ ഈ വെള്ളം വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടാണ്. ഇനി ബോൺ മീലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ സാധനം എങ്ങനെയാണ് ബോൺ മീൽ എന്ന് പറഞ്ഞാൽ വളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഗെയിമിൽ. അപ്പോൾ അത് ഇടുമ്പോഴത്തേനും പെട്ടെന്ന് വളർന്നോളും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാര്യം ചെയ്യാം, നമുക്ക് ഫെൻസ് ഉണ്ടാക്കിയിട്ട് ഇതിൽ വെക്കുക ഗൈസ്. അതാകുമ്പോൾ കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി രസം ഉണ്ടാവും ഇവിടെ. അല്ലെങ്കിൽ വേറെ മൃഗങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ മേലെ കയറി സീനാവണ്ട. അങ്ങനെ ഫെൻസ് ഇപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? 6 എണ്ണം പോരാ. ഓക്കെ, മതിയാവും. 27 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കണോ? എന്താ അതിൻ്റെ പോലെ? ഓക്കെ, ഈ ഒരു ഇതുകൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ, നമുക്കെന്തായാലും ഈ ഇവിടെ ഇതിൻ്റെ വട്ടത്തിൽ നമുക്കൊരു ഫെൻസ് മാതിരി കെട്ടാം. അല്ലാണ്ട് ഈ സാധനമൊക്കെ ചിലപ്പോൾ വന്ന് കയറി ആകെ നിരങ്ങി ആകെ സീനാക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ഇതാണ് നമ്മുടെ ഫാം. ഇത് ഓർഡർ ചെയ്ത് അത്യാവശ്യം വളർന്നു. ഒരെണ്ണം എന്തായാലും വളരാനായ മാതിരി നിൽക്കുന്നുണ്ട്. ഇതിലും ഫുള്ള് വളർന്നിട്ടില്ല. ഫുള്ള് വളർന്ന ഒരു മഞ്ഞ കളർ കാണാൻ കുറച്ചുകൂടി രസം ഉണ്ടാവും. എടാ, ഇവിടെ വീടിനുള്ളിൽ ക്രീപ്പർ കയറിക്കണോ? എടോ, ഇവിടുന്ന് എങ്ങാനും പൊട്ടിയ മൂഞ്ചി. ഞാൻ ഡോറ് തുറന്നുകൊണ്ടോ തോന്നുന്നു. ഓക്കെ, വാ 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 വാ, നമുക്ക് ഇവിടുന്ന് ഒന്ന് ഇതിന് പൊട്ടിക്കത് കുറച്ച് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് മാറ്റി നിർത്തണം. അവിടെ നമ്മുടെ കുതിര അതാ പോണു പുറത്തേക്ക്. ഓക്കെ, ഈ അടിക്ക് ഇത് തീരും. ഓക്കെ, തീർന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മൾ അതിനെ തീർത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ കുതിര അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു കുതിര കേട്ടോ. ഇത് നല്ല ഹൈറ്റ് ചാടുകയും ചെയ്യും കണ്ടോ. പിന്നെ ഒറ്റയടിക്ക് നമ്മുടെ വീടിൻ്റെ മേലക്കൊക്കെ എത്തിയിട്ടുണ്ട് കിട്ടുന്ന സാധനം. ഇത് നമുക്ക് വേറെ വീടൊന്നും ഇല്ലാത്ത കാരണം. അയ്യോ, ഇവിടെ ക്രീപ്പറല്ലേ? ഓ, ഇവിടെ എത്ര ക്രീപ്പർ ഇത് എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ഇനി ഒരു കുതിരക്കൊരു വീട് കൂടി ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. എന്തായാലും നമ്മൾ ഈ ഫാർം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു കുതിരക്ക് വേണ്ടി ഒരു വീട് കൂടി സെറ്റാക്കണം. അതിന് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കുക. കുതിരക്ക് വേണ്ടിയുള്ള സെറ്റപ്പ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഉണ്ടാക്കി വെക്കാം. മനസ്സിലായോ? അതാകുമ്പോൾ കുറച്ചുകൂടി സെറ്റപ്പ് ആവും. അയ്യോ, ഇങ്ങനല്ല. ഓക്കെ, നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് വലിയ സെറ്റപ്പൊന്നും വേണ്ട, ഇത്ര മതിയാവും. കുതിരയല്ല, ഒരു ഒറ്റ കുതിരക്ക് ഇരിക്കാനായ കാരണം ഇത്രയൊക്കെ മതി. ഓക്കെ, ഇത്ര മതി തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇനി ഡോറ് വെച്ചിട്ടില്ല പറഞ്ഞ മാതിരി. നമ്മൾ ഡോർ നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് പിന്നെ കുതിര ആയതുകൊണ്ട് 2 സൈഡിൽ നമുക്ക് ഡോർ വെക്കേണ്ടി വരും. 8 എണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ബാക്കി 2 എണ്ണം ഇവിടെ ഇങ്ങനെ വെക്കാം. 2000 years later. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ. വേറെ ബേസായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുതിരയുടെ കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ സാധനം എന്താണ് നമുക്ക് പൊട്ടിച്ചോളെ എന്തായാലും. ഓ, കുതിര എന്തായാലും ഇത് നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ, നോക്കി. ഓക്കെ, കുതിരക്ക് വേണ്ടിയുള്ള കൂടെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി കുതിരനെ മെല്ലെ അതിൽ കൊണ്ടുപോയി ഇടാം. ആശാൻ എന്തായാലും ഹാപ്പി ആയി ഉണ്ടാവും. കുതിരക്കാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡുമാണ്. ഇതാണ് ഈ ഗ്യാപ്പിൽ കൂടെ ഒന്നും പോകണമില്ല. എന്തൊരു കഷ്ടമാണ് ഇത്. ഓക്കെ ഓക്കെ, സെറ്റായിട്ടുണ്ട്. കുതിരക്ക് വേണ്ടിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കുതിര എന്തായാലും ഇതിൽ കിടന്നോളും, കുഴപ്പമൊന്നുമില്ലാണ്ട്. കുതിരക്ക് വേണ്ടി നമുക്ക് കുറച്ച് എന്താണ് ആ സാധനത്തിന് വീറ്റോണ്ട് ഉണ്ടാക്കുന്ന സാധനം ഹാവേൽസാ, ആ സാധനം കൊണ്ടുവന്ന് ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ 2 പണി എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും നൈസായിട്ട് ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫാം ഉണ്ടാക്കി പിന്നെ നമ്മുടെ കുതിരക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത്രയുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചോദിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാൻ മീ ഫിസാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.